Hello, welcome back to my channel. So, ഇന്നത്തെ വീഡിയോ വരുന്നത് Amazon ഫാഷൻ ഹോൾ ആണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുതൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് ആട്ടോ. ഞാൻ ഷോർട്സിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്വാച്ച് ചെയ്യുന്നത്. ഇത് എല്ലാ സ്കിൻ ടോൺസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടി ആട്ടോ. അപ്പോൾ ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം. ഷെയ്ഡ് നെയിം വരുന്നത് നോട്ട് ടു സെൽഫ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ ഹോളിലെ ഏറ്റവും ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ കുർത്തയാട്ടോ. ഫ്ലോറൽ പ്രിൻ്റ് ആണ്. സ്ട്രാപ്പി ടൈപ്പ് ആട്ടോ. സ്ട്രാപ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. പിന്നെ ഇത് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ ഒരു സൈസ് അപ്പാണ് എടുത്തിട്ടുള്ളത്. സൂപ്പർ കംഫർട്ടബിൾ ആണ്. ആൻഡ് ഞാൻ മേടിച്ച ലാർജ് സൈസ് ആട്ടോ. അപ്പോൾ കോട്ടൺ ആകുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ഷ്രിങ്ക് ആവുമല്ലോ. അപ്പോൾ ഞാൻ ലാർജ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലോറൽ പ്രിൻ്റ് ആണ്. പിന്നെ ഇത് സ്ട്രെയിറ്റ് കുർത്തയാട്ടോ. ഇവിടെയാണ് കട്ട് വരുന്നത്. പിന്നെ ഇതിന് ലൈനിങ് ഒന്നും വരുന്നില്ല. ഫ്ലോറൽ പ്രിൻ്റ് ആണ്. ബാക്ക് ഇങ്ങനെയാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ഇത് നമുക്ക് സിറപ്പ് പാൻസ് പലാസോൻ്റെ ഒക്കെ കൂടെ സ്റ്റൈൽ ചെയ്യാം. അല്ലെങ്കിൽ ഈ ബ്ലൂ ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇത് അടിപൊളിയായിരിക്കും. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് ഇവിടെ കൊടുത്തിട്ടുള്ള മസ്റ്റേർഡ് എന്നാണ്. നേരിട്ട് ആക്ച്വലി കുറച്ചുകൂടി ഒരു ഗ്രീൻ കളറാട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് ഇത് ഇൻഡോയറ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 459 റുപ്പീസിനാണ്. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഞാനിവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് മാക്സിൻ്റെ ഒരു മിഡി സ്കേർട്ടാണ്. ഇത് ഷെഫ്ലി മെറ്റീരിയൽ ആട്ടോ. പിന്നെ കോട്ടൺ ആണ്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. എനിക്ക് ഓൾറെഡി ഈ ഷെഫ്ലി ടൈപ്പ് ഫാബ്രിക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വെറൈറ്റി ആട്ടോ. ഭയങ്കര ഒരു ക്യൂട്ട് ലുക്ക് തരും. അപ്പോൾ ഒരു മിഡി സ്കേർട്ടാണ്. പിന്നെ ഇവിടെ പ്ലീറ്റ്സ് വേറെ വരുന്നുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു സ്കേർട്ടിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്. ഞാനിവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കാം. പിന്നെ എലാസ്റ്റിക് ആണെങ്കിൽ ഇത്രയും വീതിയുണ്ട്. ഭയങ്കര ടൈറ്റോ അങ്ങനെയൊന്നുമല്ല കേട്ടോ എലാസ്റ്റിക്. പിന്നെ ഞാൻ മേടിച്ചത് എൻ്റെ കറക്റ്റ് സൈസാണ്. മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാണ്. ഭയങ്കര ടൈറ്റോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ ഒരു സ്കേർട്ട് ഷെഫ്ലി മോഡൽ ടോപ്പിൻ്റെ ഒക്കെ കൂടെ ഇട്ടാൽ അടിപൊളിയായിരിക്കും. മാക്സിൻ്റെ തന്നെ ഒരു ഷെഫ്ലി ടോപ്പ് ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. ആ ഒരു ടോപ്പാണ് മോഡൽ ഈ ഒരു ഫോട്ടോയിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. ആ ഒരു ടോപ്പാണെങ്കിൽ 2 സൈസ് അപ്പം മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റ് കിട്ടും. ഞാൻ അതിൻ്റെ അത് ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഷെഫ്ലി ടോപ്പിൻ്റെ മാക്സിൻ്റെ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് മീഡിയം സൈസിലാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 849 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു പ്ലെയിൻ ടീഷർട്ടാണ്. ഇത് മാക്സിൻ്റെ ആട്ടോ. ഷോർട്ട് സ്ലീവ് ആണ്. കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. നല്ല മെറ്റീരിയലാണ്. മാക്സിനാണെങ്കിൽ കുറേ ടീഷർട്ടിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനാണെങ്കിൽ റൗണ്ട് നെക്കാണ്. ഇത്രയും ലെങ്ത്താണ് വരുന്നത്. പിന്നെ ഞാനധികം ടീഷർട്ട്സൊക്കെ നോർമൽ ടീഷർട്ട്സൊക്കെ ഒരു സൈസ് അല്ലെങ്കിൽ 2 സൈസ് അപ്പാട്ടോ പർച്ചേസ് ചെയ്യാറ്. എനിക്കാണെങ്കിൽ കുറച്ചൊരു ലൂസ് ഫിറ്റാണ് ഇഷ്ടം. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് എൻ്റെ നോർമൽ സൈസ് വരുന്ന മീഡിയമാണ്. ഞാനത് പർച്ചേസ് ചെയ്ത് എക്സൽ സൈസിലാണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 199 റുപ്പീസിനാട്ടോ. ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് പലതരം ബോട്ടംസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. ബ്ലാക്കും വൈറ്റും ഒക്കെ പല കളർ ബോട്ടംസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അടുത്തത് മാക്സിൻ്റെ ടീഷർട്ടാണ്. ഇതൊരു ടെക്സ്ചേർഡ് ടീഷർട്ടാട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഞാനിത് ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഐഡിയ കിട്ടും. ആൻഡ് ഷോർട്ട് സ്ലീവ്സ് ആണ്. സ്ലീവ്സ് ആണെങ്കിൽ എക്സ്ട്രാ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതല്ല. കണ്ടോ, ഈ ഒരു പീസിൻ്റെ കൂടെ വരുന്നതാണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ കട്ടില്ല. ഷോർട്ട് സ്ലീവ്സ് ആണ്. പിന്നെ സ്ലീവ്സിൻ്റെ അറ്റമാണെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. ആ ഒരു മോഡലാട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. റൗണ്ട് നെക്കാണ്. ഇത്രയും ലെങ്ത് വരുന്നുണ്ട്. ഇത് ഞാൻ 2 സൈസ് അപ്പാട്ടോ പർച്ചേസ് ചെയ്ത് ലൂസ് ഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എക്സലാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ആൻഡ് ഇതിൻ്റെ വേറെ ഒരു കളറും കൂടി ഞാൻ മുന്നേ കണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത മൗവ് ഷെയ്ഡാണ്. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയലാണെങ്കിൽ കുറച്ചൊരു തിന്നായിട്ടുള്ള മെറ്റീരിയലാട്ടോ. മെറ്റീരിയലിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുള്ള പോളി വിസ്കസ് എലാസ്റ്റൈൻ ആണ്.
ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 359 റുപ്പീസിനാട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ, പിന്നെ ഭയങ്കര സ്റ്റൈലിഷ് ആട്ടോ. ഈ ഒരു ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ടോപ്പാണ്. ഇത് ജനസിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ഫ്ലെയർഡ് ആയിട്ടുള്ള ടോപ്പാട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ എലാസ്റ്റിക്കും വരുന്നുണ്ട്, തിന്നായിട്ടുള്ള എലാസ്റ്റിക് ആട്ടോ. ബാക്കിലും അങ്ങനെയാണ്. ആൻഡ് ഇതാണെങ്കിൽ കോട്ടൺ മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിൾ ആട്ടോ. ആൻഡ് ഇതിന് ലൈനിങ് ഒന്നും വരുന്നില്ല. പിന്നെ സ്ലീവ്സ് ആണെങ്കിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടുള്ള സ്ലീവ്സ് ആണ്, ഷോർട്ട് സ്ലീവ്സ് ആട്ടോ. ഇത്രയും ലെങ്ത് ഉണ്ട്. ഇത് നന്നായി സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പിന്നെ ഓഫീസിലൊക്കെ ഇടാൻ പറ്റിയ, കോളേജ് ഓഫീസിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ടോപ്പാണ്. ഇത് ജനസിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ. ഞാനത് പർച്ചേസ് ചെയ്ത്, ഒരു കോട്ടൺ ആയതുകൊണ്ട് ഞാൻ ഒരു സൈസ് അപ്പാട്ടോ പർച്ചേസ് ചെയ്ത്, ലാർജ് സൈസ്. ആൻഡ് ഞാനിവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം. അത് നമുക്ക് പലാസോൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാം, ആൻഡ് ജീൻസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഞാനത് പർച്ചേസ് ചെയ്തത് 419 റുപ്പീസിനാണ്, 419. പിന്നെ ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു ടീഷർട്ടും ആമസോണിൽ പർച്ചേസ് ചെയ്തത്, മാക്സിൻ്റെ ആട്ടോ. ഇതിൻ്റെ റിവ്യൂ ഞാൻ മുന്നത്തെ ആമസോൺ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ 2 സൈസ് അപ്പാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.